കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? മാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമുക്ക് ചേനയും പച്ചക്കായും വെച്ചിട്ട് നല്ലൊരു എരിശ്ശേരി റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മളൊക്കെ വീടുകളിൽ ചെയ്യാറുള്ളത് മൺപയറും മത്തനും വെച്ചിട്ടാണ്. ഇന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചേനയും പച്ചക്കായും വെച്ച് നല്ല രുചിയോട് കൂടിയിട്ടാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ? എരിശ്ശേരി റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു കപ്പ് ചേന അതൊന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചക്കായാണ്. ഒരു പച്ചക്കായ് തൊലിയൊന്നും കളയാതെ അതുപോലെ തന്നെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. തേങ്ങ ചിരവി എടുത്തത്, ഒരു കപ്പ് തേങ്ങ ചിരവി എടുത്തത് വേണം. ഒരു 7 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തതും, ഒരു വലിയൊരു പച്ചമുളക് 2ആയി കീറിയെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. എരിവില്ലാത്താണെങ്കിൽ 1 സ്പൂൺ എടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 1 സ്പൂൺ കടുകും കൂടെ വേണം. മൺചട്ടിയിലേക്ക് പച്ചക്കായി, ചേന, പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അതൊരു പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചേന വേവില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കായും ചേനയും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു 5 സ്പൂൺ തേങ്ങ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി ചെറിയുള്ളി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. പച്ചക്കായ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ കേട്ടോ? നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെന്തുടഞ്ഞു പോവരുത്. അപ്പൊ ഒരു കുറുകിയ പോലെ ആയി പോട്ടോ. കഷ്ണങ്ങളെല്ലാം കൂടെ ഉടഞ്ഞു പോകും. ഈ ഒരു പരുവത്തിന് വേണ്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ തേങ്ങയും ഉള്ളിയും ജീരകവും കൂടെ അരച്ച അരപ്പില്ല അത് ചേർത്തുള്ളൂ. തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെള്ളം പോലെ ആയി പോകും. ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് ഒരു കുറുകിയ പോലെ ആയിട്ട് നമുക്ക് എലിശ്ശേരി എന്ന് പറയുന്നത് ഒരു കുറുകിയ പോലെ ഉണ്ടാവുള്ളൂ. അതുപോലെ നന്നായിട്ട് കുറുക്കി എടുക്കണം. അരപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു പരുവത്തിൽ വേണ്ട നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഇത് തണുക്കുമ്പോ ഒന്നും കൂടെ കുറുകി വരും. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി എരിശ്ശേരിയിലേക്കുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 5 സ്പൂണ് തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ എരിശ്ശേരിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല നാടൻ രീതിക്കുള്ള പച്ചക്കായ് ചേന എലിശ്ശേരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.